ഇന്നൊരു ലേസി സൺഡേ മോർണിംഗ്. വീട്ടിലിരുന്നാലേ അടുക്കാനും പെറുക്കാനുമായിട്ടൊക്കെ ഇഷ്ടം പോലെ പണിയുണ്ട്. അപ്പോൾ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് ഇറങ്ങി പോവും. ഇടയ്ക്കാണ് നമ്മളിതിനെ പിക്നിക്ക് വിളിക്കും. ഇപ്പോൾ കാലം മാറിയില്ലേ, ഇപ്പോൾ ഡേ ഔട്ട്, സ്റ്റേക്കേഷൻ അങ്ങനെയൊക്കെയായി. അങ്ങനെ നിന്ന നിപ്പിൽ ഞങ്ങൾക്ക് ഡേ ഔട്ടിനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടോ. ഞങ്ങളുടെ കസിൻ നിഖിൽ ആൻഡ് സുനേനയുടെ മോർ ദൻ 180 ഇയർ ഓൾഡ് ആയിട്ടുള്ള തറവാടായത്. ഇത് റീസെൻ്റ്ലി അവരൊന്ന് റിനോവേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ കൂടാം എന്ന് കുറേ നാളായിട്ട് പറയണു. അപ്പോൾ ഇന്നാണ് നമ്മുടെ കസിൻസിനൊക്കെ ഒരു സൗകര്യം കിട്ടിയത്. അങ്ങനെ ഇന്ന് ഈവനിങ് ഞങ്ങളിവിടെ കൂടുവാണ്. ഇത് ഇത്രയും പഴയ തറവാടെന്ന് തോന്നുകയേ ഇല്ല കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എൻ്റെ ഫ്രണ്ടിലെ കോട്ടിയാടൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ചാരുകസേരയിൽ സ്വർണം പറഞ്ഞിരിക്കുന്നതാ നമ്മുടെ ന്യൂജൻ ഓണേഴ്സ് ഓഫ് ഹെറിറ്റേജ് അറ്റ് നാഗഞ്ചേരി. നമ്മുടെ നാഗവല്ലി പോലത്തെ ടീംസ് ഒന്നും താമസിച്ചിരുന്നത് കൊണ്ടല്ല കേട്ടോ ഈ പേര് വന്നത്. പെരുമ്പാവൂരിനടുത്ത് നാഗഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഹെറിറ്റേജ് ഹോം. അങ്ങനെ ഇട്ട പേരായത്. ഇപ്പം നമ്മളിതേ കാണുന്ന ഏരിയ ഇല്ലേ, ഇവിടെ ശരിക്കും ഒരു മോർ ദൻ 100 ആൾക്കാർക്ക് നല്ല സുഖസുന്ദരമായിട്ടുള്ളൊരു പാർട്ടി നടത്താവുന്നത്ര ഏരിയ ഉണ്ട്. ഫ്രണ്ട് ഡോർ വഴി വീട്ടിലോട്ട് കയറുന്നതിന് പകരം ബാക്കിലെ പടിപ്പുര വഴി ഒന്ന് എത്തി നോക്കിയിട്ട് പോവാം. പഴയ തൊഴുത്താന്നാണ് തോന്നണത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗസീബോ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലൊരു പൂളിൻ്റെ സൈഡിലൊരു നല്ലൊരു ഡെക്ക്, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഈവനിങ് ഗെറ്റ് ടുഗദറിന് ഐഡിയൽ ആയിട്ടുള്ള സ്ഥലം. പറമ്പിലെ കറക്കമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ബെല്ലൊക്കെ അടിച്ച് അന്തസ്സായിട്ട് നമുക്ക് ഫ്രണ്ട് ഡോർ വഴി തന്നെ കയറാം. നമ്മുടെ നിഖിലിൻ്റെയും സുനുവിൻ്റെയും അമ്മ സുജാൻ്റെ ഉണ്ടല്ലോ, ഷീസ് എ ക്വീൻ ഓഫ് എസ്തെറ്റിക്സ്. ഈ ഫ്രണ്ടിലെ സോഫയുടെ ഡിസൈൻ തുടങ്ങി സോഫ്റ്റ് ഫേർണിഷിങ്സ്, പെയിൻറ്റിങ്സ് എല്ലാം സുജാൻറ്റി ടച്ചാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതേ ഈ ഓൾഡ് ആൻഡ് ന്യൂ സ്റ്റൈലിൻ്റെ ഒരു ഫ്യൂഷനാണ്. ഈ പഴയ ഫേർണിച്ചറും ആർട്ടിഫാക്ട്സൊക്കെ എന്ത് ഭംഗിയായിട്ടല്ലേ സ്റ്റൈൽ ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അയ്യോ, ഇതിൻ്റെ ഇടയിലേ വീട്ടിലെ ഈ കാർന്നോത്തിയുടെ ബ്ലെസ്സിങ്സ് വാങ്ങിക്കാൻ വിട്ടുപോയി. Out of the 3 bedrooms, let's see the first one. ഈ റൂം ഒരു ഇൻഡിഗോ ബ്ലൂ തീമിലാട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ഫ്രം ബെഡ് റണ്ണേഴ്സ് ടു പെയിൻറ്റിങ്സ് ടു ലാംപ് ഷീറ്റ്സ്. കണ്ണാടി കണ്ടാൽ പിന്നെ ഞാൻ വിടൂല. നല്ലൊരു ലീഫ് ഗ്രീൻ തീമിലാണ് ഈ സെക്കൻഡ് ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റൂമിൽ കയറുമ്പോഴേ നമുക്കൊരു മനസ്സിലൊരു മഞ്ഞ് വീണ ഒരു ഫീലിംഗാണ്, ഒരു കൂൾ ഫീലിംഗ്. ഇനി ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്, അത് നിങ്ങളിവിടെ വന്ന് തന്നെ കണ്ടാൽ മതി. ഇതെനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ്, എന്നാലും നിങ്ങളൊന്ന് കണ്ടേരെ. ഇതൊരു ഫുള്ളി ലോഡഡ് മോഡേൺ കിച്ചണാണ്. കുക്ക് ചെയ്യണേ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. ബൈ ലേറ്റ് ഈവനിങ് ഞങ്ങളുടെ കസിൻസ് എല്ലാവരും വന്നു. ആൻഡ് വി ഹാഡ് എ സിപ്പ് ആൻഡ് ഗോസിപ്പ് സെഷൻ ബൈ ദ പൂൾ. ഇത് കണ്ടോ, ഈ ബ്യൂട്ടിഫുൾ സ്ട്രിങ്സ് ഓഫ് വാം ലൈറ്റ്സ് ആഡഡ് വാംത്ത് ടു അവർ ഈവനിങ്. രാത്രിത്തെ ഹെവി ഫുഡടിയൊക്കെ കഴിഞ്ഞു. ഇനി കഴിച്ച ഫുഡൊക്കെ ഡൈജസ്റ്റ് ആവണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി കോമ്പൗണ്ടിൽ കൂടെയൊക്കെ ഒന്ന് നടന്നു. കൂട്ടിന് നമ്മുടെ മൂൺ ലൈറ്റ്. ഈ മരങ്ങളിൽ ഒരു ഹാമക്കൊക്കെ ഫിക്സ് ചെയ്യുവാണെങ്കിൽ ആകാശത്തേക്ക് നോക്കി കിടക്കാൻ നല്ല രസമായിരിക്കും അല്ലേ. ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് തോന്നിയതേ, NRIs നാട്ടിൽ വരുമ്പോൾ അവരുടെ പേരൻസും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വന്ന് ക്വയറ്റായിട്ട് താമസിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ടാണ്. കുക്കിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ കുക്കിങ്ങും ക്ലീനിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്, അല്ലെങ്കിൽ ഫുഡ് വരുത്തിയും തരും. പടിപ്പുരയൊക്കെ അടച്ച് ഗുഡ് നൈറ്റ് പറയുന്നതിന് മുമ്പേ ഐ ഹാവ് സംതിങ് ടു ടെൽ യു. ദിസ് ഹെറിറ്റേജ് അറ്റ് നാഗഞ്ചേരി ഈസ് നൗ ഓപ്പൺ ഫോർ സ്റ്റേ. And for bookings, contact this number and I'm sure you'll have a wonderful stay.